ശബ്ദത്തെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന പോർ വിമാനം ഇന്ത്യക്കുണ്ട്. എന്നാൽ ഇതാ ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കുന്ന സൂപ്പർസോണിക് വിമാനം ഇന്ത്യയിലെത്തുന്നു. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ പാഞ്ഞ് ആണവ ബോംബുകൾ വർഷിക്കുന്ന MiG-29 സൂപ്പർസോണിക് വിമാനങ്ങൾ റഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലെത്തുക. ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്നും വാങ്ങുന്നതിനെതിരായുള്ള അമേരിക്കൻ ഭീഷണിയെ ഇന്ത്യ അതിജീവിക്കുകയാണ്. റഷ്യയുമായി ആയുധ ഇടപാട് നടത്തിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു വൻകിട പ്രതിരോധ ഉടമ്പടി കൂടി റഷ്യയുമായി ഇന്ത്യ ഒപ്പുവെക്കുന്നു. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് 48,000 കോടി രൂപയ്ക്ക് 83 തേജസ് പോർ വിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യക്ക് വ്യോമസേനയ്ക്ക് അനുമതി നൽകിയതിന് പിന്നാലെ റഷ്യയിൽ നിന്ന് 21 MiG-29 സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 33 അധിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. 21 MiG-29 പോർ വിമാനങ്ങൾക്ക് പുറമെ 12 സുഖോയ് 30 MKM വിമാനങ്ങളാണ് വാങ്ങുന്നത്. കൂടാതെ 59 MiG-29 വിമാനങ്ങൾ ആധുനികവൽക്കരിക്കും. പ്രതിരോധ വസ്തുക്കൾ വാങ്ങുന്നതിന് അനുമതി നൽകുന്ന കൗൺസിലാണ് ഇതിന് അനുമതി നൽകിയത്. അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൽ വികസിപ്പിച്ചെടുത്ത F-35ന്റെ സ്ഥാനത്താണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് 21 MiG-29 പോർ വിമാനങ്ങൾ വാങ്ങുന്നത്. നിലവിൽ ഇന്ത്യൻ സൈന്യം MiG-29 യുദ്ധവിമാനത്തിന്റെ നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി റഷ്യ വ്യോമസേനയുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ നവീകരണത്തിന്റെ ജെറ്റ് വിമാനത്തിന്റെ പോരാട്ടശേഷി മെച്ചപ്പെടുത്തുകയും പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യും. റഷ്യയിൽ നിന്ന് വിമാന ഘടകങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വെച്ചാകും ആധുനികവൽക്കരിക്കുക. റഷ്യ സാങ്കേതിക വിദ്യ കൈമാറുന്നതിനൊപ്പം ജീവനക്കാർക്ക് പരിശീലനവും നൽകും. ചൈനയ്ക്കെതിരെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ട പ്രതിരോധ സഹായം നൽകാൻ തയ്യാറാണെന്ന് റഷ്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ MiG-29 സുഖോയ് 30 MKM വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം റഷ്യയിൽ നിന്നും S-400 എയർ ഡിഫൻസ് സിസ്റ്റവും മറ്റ് ആയുധങ്ങളും വാങ്ങിയാൽ കടുത്ത നടപടികളിൽ ഇളവ് നൽകില്ലെന്ന് ഇന്ത്യക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തുർക്കിക്ക് ഏർപ്പെടുത്തിയതിന് സമാനമായ ഉപരോധം ഇന്ത്യയുടെ കാര്യത്തിലും ഉണ്ടായേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. $5.5 ബില്യൺ കരാർ ഉപേക്ഷിച്ച് നയതന്ത്ര പ്രതിസന്ധി ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അടുത്ത ആഴ്ചയാണ് ജോ ബൈഡൻ അധികാരമേൽക്കുന്നത്. ട്രംപ് മാറി ബൈഡൻ വന്നാലും റഷ്യയുടെ കാര്യത്തിൽ നിലപാട് മാറ്റാൻ സാധ്യതയില്ലെന്നാണ് സൂചനകൾ. എന്നാൽ ചൈനയുടെ ഭീഷണി നേരിടാൻ മിസൈൽ പ്രതിരോധ സംവിധാനം ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. പ്രതിരോധ സാമഗ്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ പുതിയ ഭരണകൂടവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയുമായും റഷ്യയുമായും ഇന്ത്യക്ക് നല്ല സൗഹൃദമാണ് ഉള്ളത്. ഇന്ത്യ എല്ലായ്പ്പോഴും സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 40,000 കോടിയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം S-400 കരാറുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യയും ഇന്ത്യയും വ്യക്തമാക്കി. S-400 വാങ്ങിയ തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് റഷ്യയുടെ പ്രസ്താവന. സൈനിക ഇടപാടിന് റഷ്യക്കെതിരായ അമേരിക്കയുടെ ഉപരോധം ഇന്ത്യക്ക് ഭീഷണിയോ തടസ്സമോ അല്ല. S-400 വാങ്ങുന്ന കരാറിൽ ഇന്ത്യ നേരത്തെ തന്നെ ധാരണയിലെത്തിയതാണ്. ഇക്കാര്യത്തിൽ മാറ്റമില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.